ഇപ്പൊ നോക്കിയാലും മഴയാ. ഒന്ന് പുറത്തിറങ്ങാനും പറ്റാതെ ഈ മനുഷ്യന്. അതെ അതെ. അല്ല പാത്തോ, ഇജ്ജും കുട്ടികളും ഇത് രാവിലെ തന്നെ എവിടുക്ക പോണ്? അത് ശരി. എന്നിട്ട് പല്ല് ഡോക്ടറെ കാണാൻ പോകാണില്ലേ? അല്ല പിന്നെ, അല്ല പാത്തോ, അബദ്ധമൊക്കെ എല്ലാ മനുഷ്യർക്കും പറ്റുന്ന്. മണിക്കുട്ടിയെ, പണ്ടത്തെ പോലെ പുല്ലൊന്നും കൊണ്ടുവന്ന് തരാൻ എന്നെ കൊണ്ടാകൂല. ഈ തൊള്ളട്ടിട്ടൊന്നും ഒരു കാര്യമല്ല. ഉള്ള ഉണക്കപ്പുല്ല് നിന്നിട്ടേ മുണ്ടാതെ അവിടെ കുത്തിരുന്നോ, അതാ പണക്ക് നല്ലത്. ആരാപ്പാ ഓടിങ്ങനെ വരുന്നത്? രമേണെന്നാ തോന്നുന്നത്. അല്ല രമേ, ഇജ്ജ് കജ്ജം വീസിട്ട് എവിടേക്കായി പോണത്? ആര്? അന്റെ ആ തലതെറിച്ച പെണ്ണോ? ഓല് നേരത്തെ ഇതേനിങ്ങനെ പോയിന്നു. ആ പാത്തും ഉണ്ടായിരുന്നു പിന്നാലെ. ഓല് എവിടക്ക പോണു ചോദിച്ചപ്പോ ഇന്നോടൊന്നും ഓല് പറഞ്ഞില്ല. ഓല് വെത്തപ്പെട്ടിട്ട് ഇങ്ങനെ ഓടിയെന്നു. ഓ, ഓളൊരു പൗറും ബക്കാസൊപ്പം അത്. ഒന്ന് മുണ്ടിട്ടൊക്കെ പോയിക്കൂടെ ഓൾക്ക്? അല്ല രമേ, എന്തൊക്കെ എന്നിട്ട് എന്റെ വിശേഷം? ഇജൊന്ന് നിക്കേ. ആ പെണ്ണൊക്കെ ഇപ്പൊ എവിടേക്ക് പോവാനാ? ഓള് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് തന്നെ വരുന്ന്. ഓളെന്നാരും പിടിച്ചോണ്ടാവൂല. പിടിച്ചോണ്ടായാലും അന്റെ അടുത്ത് തന്നെ കൊടുന്നിട്ട് തരും. അത്രക്ക് ഉണ്ട് ഓളെ കജിലിരിപ്പ്.
ഒരു ജാടേപ്പത്. എടി പെണ്ണെ, 2 വാക്ക് മിണ്ടിയിട്ട് പോടി പെണ്ണെ. ഇജ്ജ് കണ്ടോ രമേ എന്റെ വയസ്സാങ്കാലത്തിന്റെ ഒരവസ്ഥ? എന്റെ മരോളില്ലേ, ഓളെ കാര്യം ഞാനീ പറയണതേ. ഒരു കാര്യം ചെയ്യൂല, ഒരു ജാതി സാധനാണെന്ന്. ഇച്ചറിയാ അനക്കൊന്നും പിന്നെ കണ്ണ് പിടിച്ചൂലാന്ന്. ഇജ് പഴയതൊക്കെ മറന്നുക്കണു. ഓളെ വിചാരം ഓള് വലിയ അമ്പാനിയുടെ മോളാണെന്നാണ്. പോയിക്കോ പോയിക്കോ, ഇജ്ജൊക്കെ വരും, ഇന്റെ അടുത്ത് തന്നെ വരും. ഓ വന്നോ നാട് തണ്ടീട്ട്? എടാ ചെറുക്ക, ഞാൻ എന്റെ മുതവും പറ തല്ലി പൊളിച്ചപ്പോ. ഈ ഒരു കുരുത്തം കെട്ട ചെറുക്കൻ എന്റെ കയ്യിന്ന് ഇപ്പൊ മേടിക്കും. ഇതിങ്ങനെ കിഴിച്ചും കൊണ്ട് നിന്നോ? അന്നോട് ഞാൻ ഈ ആടിന് ഇത്തിരി തിന്നാൻ കൊടുന്നു കൊടുക്കാൻ പറഞ്ഞതല്ലേ? ഐറ്റങ്ങള് പച്ചപ്പുല്ല് തിന്നിട്ട് എത്രങ്ങാനും ദിവസയിക്കണു. ആ തുടങ്ങി. അതിനെങ്ങനെ തള്ളയുടെല്ലേ വിത്ത്? തൊള്ള പൊളിച്ചാന്നോണല്ലേ പറയുള്ളൂ. അല്ലാതെ പന്നെ കൊണ്ടിപ്പോയി പേരിലൊരു ഉപകാരമല്ലല്ലോ. തിന്നാ കളിച്ച ഇങ്ങനൊരു ചെക്കൻ. എടി രമണിയേ, രമണിയേ, എന്ത് രമണി? ഒച്ച വെക്കല്ലേ, അവള് പോയിക്കോട്ടെ, അതാണിപ്പോ നമുക്ക് നല്ലത്. അതെ അതെ, അവള് പോയി കഴിഞ്ഞാ നമ്മുടെ പ്രശ്നം പകുതി തീർന്നു കിട്ടും. ഹാവോ, ആശ്വാസമായി. അല്ലെങ്കിൽ പോലീസിനോട് നമ്മൾ സമാധാനം പറയേണ്ടി വരും. അതെ അതെ, അവളിവിടെ നല്ല രീതിക്ക് ജീവിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. അവളത്ര പാവം കുട്ടിയൊന്നുമല്ല. ഞാനും വിചാരിച്ചു ആദ്യം കണ്ടപ്പോൾ ഒരു പാവം കുട്ടിയാണ് അവളെന്ന്. പോട്ടെ, അതാ നല്ലത്.